ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഞാൻ അനിയത്തിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങി. അപ്പോൾ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടതാ. ഞാൻ ഇതിടെ കളിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടുപേരേ ഇല്ല ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വേറൊന്നുമല്ല, അനിയത്തി പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഷീറ്റിലൊക്കെ വരയിട്ട് വെക്കാം, ഫ്രീ ഉണ്ടാകുമ്പോൾ വരയിട്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, അവളെന്തിലോ പറയുന്നുണ്ട്. വരയിട്ട് വെക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ വരവിട്ട് വെക്കുമ്പോൾ എനിക്ക് ഓള് TTC പഠിക്കുന്നത്. അപ്പോൾ അറിയാലോ TTCൻ്റെ ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സെമ്മാണ്, തേർഡ് സെമ്മിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇയറിൽ നിന്നാണ് ഒരു പിടുത്തം തുടങ്ങുന്നതല്ല. അപ്പോൾ അതിൻ്റെ പിടുത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പഠിക്കുമ്പോഴും ഞാൻ ബി എഡ് കഴിഞ്ഞതാണ്, ബി എഡിലും അതേ പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓള് നേരിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വരട്ട് കൊടുക്കുമ്പോൾ എനിക്ക് മുമ്പത്തെല്ലാം ഓർമ്മ ശരിക്കും മുമ്പത്തെല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ വരട്ടതും 4-5 മണി വരെ ഉറങ്ങാണ്ടിരുന്നത് വരട്ടി ഇപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ എൻ്റെ എല്ലാം പുസ്തകം ഉണ്ടല്ലോ, ഞാൻ അതെല്ലാം ഒന്ന് ഓർമ്മകൾ പുതുക്കാന്ന് പറയുന്നില്ല, അതെ അന്ന് കഷ്ടപ്പെട്ടതെല്ലാം ഒന്ന് ഓർത്തെടുത്തു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ച് ചെയ്ത വീഡിയോസാണ് ഇത്. വലിയ ലോങ് വീഡിയോ ഒന്നുമില്ല, ഒരു ഫണ്ണായിട്ട് ജസ്റ്റ് ഇവിടെ തന്നെ ഹായ് പറയ്, ഹായ് ഹായ്. അങ്ങനെ എടുത്ത വീഡിയോസാണ്, കുറേ വീഡിയോസ് ഒന്നും എടുത്തു. അപ്പോൾ എൻ്റെ 2 വർഷത്തെ സമ്പാദ്യം കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഒന്ന് എൻ്റെ സമ്പാദ്യം ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് LP UPSCക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ബുക്കാണ്. പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. LPSC UPSC ആ സമയത്ത് എഴുതാൻ പറ്റിയിട്ടായിരുന്നു, പ്രസവിച്ചിട്ടുണ്ടായ സമയമായിരുന്നു. പക്ഷെ എഴുതാൻ പറ്റിയില്ല. എനിക്ക് എഴുതിനെങ്കിലും വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പുസ്തകമെല്ലാം വാങ്ങിച്ച് റെഡിയായിട്ട് നിന്നതായിരുന്നു പഠിക്കാൻ വേണ്ടി. പഠിച്ചിനോന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടായിരുന്നു, കുറച്ചൊക്കെ പഠിച്ചതായിരുന്നു, മൊത്തത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ പുസ്തകം കാണുമ്പോൾ ഒരുപാട് കാര്യം. പിന്നെ എൻ്റെ സൈക്കോളജി പുസ്തകം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ തിരക്കടില്ലാതെ മാർക്കൊക്കെ നേടി ഞാൻ BEd രക്ഷപ്പെട്ടതായിരുന്നു. സൈക്കോളജി ഇഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞു. ഇതിൻ്റെ തിയറീസ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ. നല്ല രസം, മലയാളത്തിൽ നല്ല രസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ല രസമായിരുന്നു. സൈക്കോളജിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് ആ സമയത്തെന്തോ സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് തുടങ്ങി പുസ്തകങ്ങൾ തരാൻ തുടങ്ങിയില്ല. ഇത് വർക്കിംഗ് വിത്ത് സ്കൂൾ പ്രോഗ്രാം, അതൊരു അസൈൻമെൻറ്റായിട്ട് നമുക്ക് തരുന്നത്. മലയാളത്തിലായിട്ട് എപ്പോഴും മലയാളമായിരുന്നു. കലോത്സവത്തിന് ഒരു സ്കൂളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകുന്ന പണ്ട് കലോത്സവത്തിന് അവിടെ ഉണ്ടായ പ്രോഗ്രാംസ് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്തു ആ സംഭവം മൊത്തത്തിൽ എഴുതി തീർക്കണം. ഇത് എഴുതാൻ വലിയ പാടൊന്നും പെട്ടിട്ടാട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗോവിക്കാനും സ്കൂളായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായി. നല്ല സ്കൂളാട്ടോ. ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഏകദേശം ഒരു പറയുന്നത് 3 മാസം അടിപൊളിയായിരുന്നു. പിള്ളേരുമായിട്ട് സംസാരിക്കാനും അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല ഇപ്പോഴും നല്ല പിള്ളേരായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. അവർ എന്തെങ്കിലും ചെറിയ ചെറിയ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനെല്ലാം വരും. അപ്പോൾ അതൊരു സന്തോഷമായിട്ടോ, ഭയങ്കര സന്തോഷമാണ്. ഈ BEd ഒക്കെ പഠിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. BEd കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോയിൻ ആവും, പണി കിട്ടും. BEd 2 വർഷം കഷ്ടപ്പെട്ടാൽ പിന്നെ കഷ്ടപ്പാടൊന്നുമില്ല. പിന്നെ അത് മനസ്സിലായത് കേട്ടിട്ട് വേണം വേണ്ടിയിട്ട്. അപ്പോൾ കേട്ടിട്ട് 3 കിട്ടിയാൽ 2 വേണ്ട, സെറ്റ് ഉണ്ടാകും. കേട്ടിട്ട് വേണ്ട എന്തെല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ട് 2ഉം 3ഉം എഴുതിയെടുത്തു. അതും നല്ല അതെന്ന് പറഞ്ഞാൽ ഞാൻ ഡിസംബർ 28-29 എക്സാം ഉണ്ടായിരുന്നു. ഞാൻ ഡിസംബർ 31 പ്രസവിച്ചു വീട്ടിനെ. എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പെട്ടെന്നാണ് ഡെലിവറി ഉണ്ടായത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എക്സാമിന് പോയതാണ്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവം കിട്ടാണ് കേട്ടിട്ട് എഴുതാൻ പോയത്. എഴുതണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ വാശി പിടിച്ചിട്ട് എഴുതി കിട്ടിയിട്ടാ. കേട്ടിട്ട് 1ഉം കിട്ടിയിട്ട് 2ഉം കിട്ടിയിട്ടുണ്ട്, 3ഉം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കേട്ടിട്ട് കിട്ടിയല്ലേ, ഇനി പേടിക്കണ്ട അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ ഇപ്പോൾ ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. പിന്നെന്താ PSC ലിസ്റ്റിൽ ഈ വർഷത്തെ PSC ലിസ്റ്റ് കാരണം അന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന നിയമങ്ങൾ. അപ്പോൾ
എക്സ്പീരിയൻസ് നല്ല തള്ള എല്ലാ സ്കൂളിൽ നിന്ന്. പക്ഷെ ആദ്യമായിട്ടല്ലേ നമ്മൾ BEd കഴിഞ്ഞ ശേഷം ഒരു സ്കൂളിലൊക്കെ പോകുന്നത്. അപ്പൊ തന്നെ എക്സ്പീരിയൻസ് എവിടുന്നുണ്ടാവുന്നത് അവർക്ക് എന്നാലേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളിൽ നിന്ന് ഒഴിവാക്കും. അതാ മെയിൻ പ്രശ്നം. അപ്പൊ ഫീലാണ് കഷ്ടപ്പെട്ടതാക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു BEd ഒക്കെ പഠിച്ച് ഇപ്പൊ വീട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥ എന്നാ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അത്രക്കും ഒരു ഇന്റർവ്യൂവിന് പോയാൽ ഏകദേശം UP യിലെല്ലാം 130 ആൾക്കാരാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര ആൾക്കാർ ജോലിയില്ലാത്ത പ്രോജക്റ്റ്. ഇതിൻ്റെ പ്രോജക്റ്റ് ഞാൻ ഏറ്റവും കുറവ് എഴുതുന്ന ആളാണ്. ഞാൻ എൻ്റെ ബാച്ചിൽ ഞാനായിരിക്കും ഏറ്റവും കുറവ് എഴുതുന്നത്. എനിക്കെല്ലാം ഉണ്ട് അത്രയ്ക്ക്. അപ്പോൾ കൂടുതൽ എഴുതുന്നവർക്ക് നോക്കി ഇതൊക്കെ കഷ്ടപ്പെട്ടതിന് നല്ലതാ. ആൽബം നല്ലത്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ആൽബത്തിനുള്ള മാർക്കുണ്ട്, നല്ല വൃത്തിയാക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ആൽബമാണ്. മുറിച്ചത് നല്ല ഈടുത്ത ആൽബം വന്നത് ശരിക്കും. എൻ്റെ ഗാർഡൻ ഡെക്കറേറ്റിങ്ങെല്ലാം കണ്ടാൽ മതി. മേജർ റിലീജിയസ് ഓഫ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആൽബത്തിന്. അതൊക്കെ എഴുതി സെറ്റ് നല്ല രസം കിട്ടാം. ബുദ്ധമതവും ജൈനമതവും എല്ലാം ഉണ്ട് കേട്ടോ. ക്രിസ്തു മതം, പിന്നെന്താ ഇസ്ലാം മതം, ഹിന്ദു മതം, കൾച്ചേഴ്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ആൽബമാണ്. ആൽബത്തിന് എല്ലാം മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഷ്ടപ്പെട്ട് ഡിസൈനും അതൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതും ഇപ്പോൾ മനസ്സിലാണ് അതൊന്നും അല്ല വാല്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ഒന്നും വാല്യൂ ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പോൾ തോന്നുന്നത് മേ ബി ചെയ്യുന്നുണ്ടാവും, അറിയില്ല. ഇതാ ഇതൊക്കെ അസൈൻമെൻ്റ് ആണ്. ഇതെല്ലാം അസൈൻമെൻ്റ് ഇട്ടാകും. അസൈൻമെൻറ്റ് ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ 3-4 മണിയെല്ലാം അത്ര ഒരു ഇരുന്ന് കുത്തിയിരുന്ന ഇതാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും BEd കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് മൈക്രോ ടീച്ചർ. ഞാൻ ഇക്കണോമിക്സ് ആണ് ഡിഗ്രിയെല്ലാം എടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. ടീച്ചിങ്ങിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ എന്തെന്ന് പറയുക സ്റ്റെപ്സ് അതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത്. ഇപ്പോൾ ഇതെല്ലാം മറന്നു പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ മറന്നു. ഒരു വർഷമായിട്ട് BEd കഴിഞ്ഞിട്ട്. പക്ഷേ ഇതെല്ലാം മറന്നു എന്ന് പറഞ്ഞാൽ 2023 BEd കഴിഞ്ഞത്. കൊറോണ 21-23 ഞങ്ങളെ ബാച്ച്. അപ്പോൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ 21 നവംബറൊക്കെ ആയിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഏകദേശം നമ്മളെ റിസൾട്ടെല്ലാം വന്നിട്ടാകുമ്പോൾ സർട്ടിഫിക്കറ്റെല്ലാം കിട്ടുമ്പോൾ 2024 ആ വർഷം ഞാൻ ഒന്ന് പെൻഡിങ് ആയി. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വർഷം ഞാൻ പെൻഡിങ് ചെയ്തു. ഈ വർഷം മുതൽ ഞാൻ എല്ലാ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷെ എല്ലാ റിജക്റ്റ് ചെയ്തു. എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു അവസരം തന്നു. എക്സ്പീരിയൻസ് ആയേനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ട് കേട്ടോ ശരിക്കും. അതെല്ലാം ആയിരിക്കും. കണ്ട് പഠിക്ക് നോക്ക്. ഇതെല്ലാം അമ്മ കഷ്ടപ്പെട്ട് ചെയ്ത സാധനം. ശരിക്കും PSC ടീച്ചിങ് ഫീൽഡിൽ നിന്ന് PSCനെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ PSC ബേസിൽ ഒരു ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് എന്താ കാര്യം? ശരിക്കും പറഞ്ഞാൽ ടീച്ചിങ് ക്വാളിറ്റി നോക്കിയിട്ടല്ലേ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. എൻ്റെ ഒപ്പീനിയൻ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും ശരിയല്ല. PSCയിൽ ജനറൽ നോളജൊക്കെ ഭയങ്കര ഉണ്ട്. പക്ഷേ ടീച്ചിങ് ക്വാളിറ്റി ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഒരു സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതി വേറെ തന്നെയാണ്. ശരിക്കും അതിൽ കുറേ ജനറൽ നോളജ് ഉണ്ട് വ്യക്തിക്ക് ഈ ടീച്ചിങ് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും ടീച്ചിങ് ക്വാളിറ്റി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ബേസിൽ വേണം സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിജയിക്കലുണ്ട്. വിചാരങ്ങളല്ലേ എന്താ ഇത് ഡയറിയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു ഡയറി. സ്കൂൾ ടീച്ചിങ്ങിൽ പോയി ആ സമയത്തിൽ എന്നത്തെയും എൻ്റെ ഡയറി ഒന്ന് ഞാൻ വായിക്കട്ടെ. എന്നത്തെയും പോലെ ഞാൻ രാവിലെ 9:30 തന്നെ സ്കൂളിലെത്തി. ഇന്നലെ ഞാൻ അവധിയായതിനാൽ തന്നെ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ചെറിയ തലവേദന കൊണ്ട് ശരിയായി ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ആരോഗ്യം വിദ്യാഭ്യാസ ക്ലാസ് നിരീക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇന്ന് വന്നിരുന്നു. ഞാൻ 8Bയിൽ ക്ലാസ് എടുത്തു. തരക്കേടില്ലാത്ത ഇന്ന് എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഡയറി. ടോട്ടലായിട്ട് കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. അന്ന് നമുക്ക് PT സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ഹെൽത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുക്കണം, ടീച്ചർ നിരീക്ഷിക്കും. അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നു 9/11/22 അന്നാണ് ടീച്ചർ. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാകും.
ക്ലാസ്സിലിരുന്നതും അന്ന് നടന്ന സംഭവം ഇതെല്ലാം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ശരിക്കും എല്ലാം. ടെക്സ്റ്റ് ഇതിൻ്റെ സോഷ്യൽ സയൻസ് പുസ്തകം. റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് ക്ലാസ് ഒബ്സർവേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ആ ഒബ്സർവ് ചെയ്തതിൻ്റെ അതേ ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലാസ് മനസ്സിലായി ആ സംഭവം ഒബ്സർവേഷനെ പറ്റി കുറച്ച് എഴുതാനുണ്ട്. ആ സംഭവമാണ് ഇതെല്ലാം. ഞാൻ ബോയ്ക്കാന സ്കൂളിലായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കുറേ എത്ര എഴുതാനുണ്ട്. ഇതൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ ചിരി വരും. കാണുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ്. ആദ്യം സർട്ടിഫിക്കറ്റൊക്കെ കുറേ ഉണ്ട്. അതിന് നമുക്ക് കാണിച്ചത് BEd പോയ ശേഷം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഒതുങ്ങിയ മാർക്ക് കുറയുമെന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭവത്തിനും ആക്റ്റീവായിട്ട് ചെയ്തു കിട്ടാം. ശരിക്കും പറഞ്ഞാൽ എല്ലാ പരിപാടിക്കും ആക്റ്റീവായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്നില്ല. നാടകം അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. മിമിക്രി ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു ഓൾറെഡി മുമ്പ് തന്നെ. പക്ഷേ BEd ചേർന്നിട്ട് അപ്പോൾ ഇതൊന്നും നാണക്കട അതൊന്നും നോക്കുന്നേ ഇല്ല. ഡാൻസ് ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഡാൻസ് പറഞ്ഞിട്ട് എല്ലാത്തിനും ആക്റ്റീവായിട്ട് ജോയിൻ ആവും. എന്തിന് മാർക്കിന് വേണ്ടിയിട്ട് മാത്രം. C മാർക്കുണ്ട്. എല്ലാം മാർക്കിൻ്റെ ബേസിലാണ് BEd ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് പറയും നിങ്ങൾ ഇരിക്കുന്നതിനും നടത്തത്തിനും നിങ്ങൾക്ക് മാർക്കുണ്ട്. ഒന്ന് ആക്റ്റീവായിട്ട് നടന്ന മാർക്കുണ്ട്. ആക്റ്റീവ് കുറഞ്ഞാൽ അത് ശരിക്കും അവർ നമ്മളെ ഒരു ചമ്മൽ മാറ്റേണ്ടത്. ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരല്ലേ. കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ പറ്റണം. അതുകൊണ്ട് അവരുടെ മുമ്പിൽ പോകുമ്പോൾ ചമ്മലും പേടി അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാട്ടോ ശരിക്കും പറഞ്ഞത്. ഇപ്പം ചെയ്യുന്നത് അതായിരിക്കും. ടീച്ചേഴ്സ് എല്ലാം കടമ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് നല്ല സംസാരിച്ച് നല്ല ആക്റ്റീവായിട്ട് നടക്കും. എല്ലാ പരിപാടിക്കും കൂടും. ഇതെന്ത് ഇത് സുപ്രിയ മാർഗംകളിയൊന്നും എനിക്ക് അറിയുപോലില്ല കേട്ടോ. BEd പോയിട്ടാണ് ഞാൻ ചെയ്തത് മാർഗംകളി. ഫസ്റ്റ് അടിച്ച് ടീം 8 9 എന്തോ ഉണ്ട് മാർഗംകളിക്ക്. ഞാനില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ആൾക്കാർ കുറവ് കൂടിയതാണ്. പക്ഷെ ഇപ്പം മാർഗംകളിയുടെ സ്റ്റെപ്പെല്ലാം അന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെന്തത് സുപ്രിയ ഡിസ്കസ് ത്രോയിൽ സെക്കൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് സ്കൂൾ ലെവലിലെ ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ ഇതിലെല്ലാം ത്രോസിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെന്താ സ്കിറ്റിൽ തേർഡ്. ഞങ്ങളെ ഗ്രൂപ്പിൽ സ്കിറ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാ വർഷവും ഞാൻ സ്കിറ്റിന് ജോയിൻ ആവും കേട്ടോ. തേർഡാണ് സ്കിറ്റ്. ഗ്രൂപ്പ് ഐറ്റംസാണ്, സിംഗിളല്ല. അതറിയാലോ. ഗ്രൂപ്പ് സോങ്ങിൻ്റെത്. അതുപോലെ മോണാക്റ്റൊക്കെ ചെയ്യായിരുന്നു. മോണാക്ട് തേർഡ്. പിന്നെ ഒപ്പനയിൽ ഫസ്റ്റ് ഒപ്പനയിൽ ആയിരുന്നു. അങ്ങനെ ഒന്നും പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതൽ നമുക്ക് ബോറടിക്കും നോക്കുന്നത്. ഇതാണ് മെയിൻ ശരിക്കും കാണിച്ചു തരേണ്ടത്. റെക്കോർഡ് ഓഫ് പ്രാക്ടീസ് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ റെക്കോർഡാണ്. ടീച്ചിങ് പ്രാക്ടീസ് അത് 3 മാസം ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. അതിൻ്റെ റെക്കോർഡാണ് ശരിക്കും. ഇതാണ് നോക്കേണ്ടത്. ഇത് എഴുതാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കര. ഓരോ ദിവസവും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. ടീച്ചിങ് പ്രാക്ടീസിന് അതിന് ഇത് വേണം, റെക്കോർഡ് വേണം. എന്താ പറയുക, എല്ലാം പറഞ്ഞു. ലെസൺ പ്ലാൻ വേണം. ഇതാണ് ലെസൺ പ്ലാൻ. എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിനാണ് എടുത്തത്. 8Bക്കാണ്. അവരാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ വായിക്കാം. ഞാൻ മലയാളം മീഡിയമാണ്. യൂണിറ്റ് ഭൂപടങ്ങൾ വായിക്കാവുന്ന യൂണിറ്റാണ്. അതിൽ ഭൂപടങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ കുട്ടികൾക്ക് ആദ്യമായിട്ട് എടുത്ത ക്ലാസ്. ശരിക്കും ക്ലാസ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതൊന്നും ക്ലാസ് എടുക്കാനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഈ എഴുത്താണ് എനിക്ക് മെയിൻ പ്രശ്നം. ലെസൺ പ്ലാനെല്ലാം തയ്യാറാക്കാൻ ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും മാഷാ നിൻ്റെ ലെസൺ പ്ലാൻ ചെറുതത് വലുതാക്കണം, അങ്ങനത്തെ ഒരു പരാതിയാണ് വരുന്നത്. ഇതൊക്കെ ലെസൺ പ്ലാനിൻ്റെതാണ്. ഇത് ഇതുപോലല്ല. ഇത് 2 ലെസൺ പ്ലാനിൻ്റെ. ഞാൻ എൻ്റെ ഒരു ലെസൺ പ്ലാൻ വായിക്കാട്ടോ. ഇത് 300ാമത്തെ പേജ്. 41ാമത്തെ ക്ലാസ്സാണ് എൻ്റെ. 41ാമത്തെ ക്ലാസ്സിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം, അതിൻ്റെ ക്ലാസ് ഇതാ. ഫസ്റ്റ് പഠന നേട്ടങ്ങൾ ഫസ്റ്റ് നമ്മൾ പഠന നേട്ടങ്ങൾ സെറ്റാക്കണം. പിന്നെ എന്ന് വെച്ചാൽ മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ച് ധാരണ നേടുന്നതിന് പഠന നേട്ടങ്ങൾ ഈ സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം കൊണ്ട് കുട്ടികൾ നേടുന്നത് എന്തൊക്കെയെന്ന് ഫസ്റ്റ് എഴുതണം. പിന്നെ ആശയങ്ങൾ,
എന്തൊക്കെ ശേഷികളാണ് ആശയവിനിമയ ശേഷി, കണ്ടെത്തൽ ശേഷി, ഇതൊക്കെ കുട്ടികൾ ആർജിക്കും ഈ ക്ലാസ്സിലൂടെ. പിന്നെ മൂല്യങ്ങൾ, പിന്നെ പഠന സാമഗ്രികൾ, എന്തൊക്കെ സാമഗ്രികളെ ഉപയോഗിച്ചാണ് ടീച്ചിങ് എയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടീച്ചിങ് എയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ. പിന്നെ അത് പ്രവർത്തനം, അത് ഞാൻ വായിച്ചുതരാം. ആമുഖ പ്രവർത്തനം ഫസ്റ്റ് എഴുതണം. അധ്യാപിക ക്ലാസ്സിൽ പ്രവേശിക്കുന്നു, കുട്ടികളുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ശേഷം അധ്യാപിക മുൻ ക്ലാസ്സിലൂടെ പാഠഭാഗത്തേക്ക് കടക്കുന്നു. നമ്മൾ എന്താണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഇതൊക്കെ നമ്മൾ എഴുതണം. നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെ തുടങ്ങി, ഇന്നലത്തെ ചോദ്യങ്ങൾ ചോദിച്ചോ എല്ലാം തുടങ്ങണം. ഇപ്പം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കുട്ടികൾ പറയും സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചു ടീച്ചറായ, അത് പഠിച്ചു ടീച്ചറെന്ന് വന്നിട്ട് കുട്ടികൾ പറയും സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന പാഠഭാഗം തുടങ്ങി. അത്ര കുട്ടികളുടെ ആൻസറാണ്. അതിൽ മുഗൾ ചരിത്രത്തെക്കുറിച്ച് അറിവ് നേടി, അതൊക്കെ കുട്ടികൾ പറയുന്ന ആൻസേഴ്സാണ്. പിന്നെ അതെ, നമ്മൾ ഇന്നലെ പുതിയ അധ്യായം തുടങ്ങി. ഇന്നലെ നമ്മൾ പഠിച്ച മധ്യകാല ഇന്ത്യയിൽ 2 പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടു എന്ന്, അങ്ങനെ. പിന്നെ അതാണ് സൂഫി പ്രസ്ഥാനം, ഭക്തി പ്രസ്ഥാനം. ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ അവർക്ക് പ്രവർത്തനം കൊടുക്കുന്നത്, അവർക്ക് ഓരോ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ അനുസരിച്ചിട്ടാണ് എന്താ ക്ലാസ് ഇത് റെഡിയാക്കുന്നത്. ഏത് എന്താ പറയുക, ലെസൺ പ്ലാൻ സെറ്റാക്കുന്നത്. നമ്മളെങ്ങനെ ക്ലാസ് തുടങ്ങും, എന്തൊക്കെ അതൊക്കെ വേണം എല്ലാം. അത് ഏകദേശം ഒരു 60-70 ക്ലാസ് എടുക്കും, അതിൻ്റെ മൊത്തം വേണം. അതാണ് എഴുതാൻ ഭയങ്കര മടി ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര മടിയാണ് എനിക്ക്. മടിയല്ല, അത് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഷീറ്റിലാണ് സെറ്റാക്കുന്നത്. അതെല്ലാം ഈ റെക്കോർഡിലേക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് എനിക്ക് മടി പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ 3 ഉണ്ട്, ഇങ്ങനത്തെ 3 റെക്കോർഡ്സാണ് ഉള്ളത്. ഞാൻ PG ഉണ്ടായതുകൊണ്ട് ഹയർ സെക്കൻഡറിക്കും എടുക്കണം, ഒരു ഏകദേശം ഒരു 30 ക്ലാസ് ഹയർ സെക്കൻഡറിക്കും എടുക്കണം. അപ്പോൾ അതെല്ലാം ആകുമ്പോൾ ഇതെല്ലാം ഇത് റെക്കോർഡിലേക്ക് മാറ്റുമ്പോൾ തെറ്റ് വരാൻ പാടില്ല, പേടി, ഒരു ചെറിയ ഇങ്ങനെ തിരുത്താൻ പാടില്ല, അങ്ങനത്തെ എല്ലാം സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ടീച്ചിങ് പ്രാക്ടീസെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട്, എന്താ കമ്മീഷൻ ഉണ്ട്. എൻ്റെ പൊന്നു, ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള കമ്മീഷന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് 3 മാസം ക്ലാസ് എടുത്ത് മൊത്തം റെക്കോർഡ് വേണം, എല്ലാ ജേർണൽ വേണം, എല്ലാം വേണം, എല്ലാ സംഭവങ്ങളും അതിൻ്റെ സംഭവത്തിന് എല്ലാം വേണം. പിന്നെ മോഡൽസ് വേണം, 3 മോഡൽസ്, 3 4 3 മോഡൽസ് വേണം. 2 വർക്കിംഗ് മോഡലും 2 വർക്ക് ചെയ്യാൻ സ്റ്റിൽ ആയിട്ടുള്ള മോഡൽസും വേണം. വർക്കിംഗ് മോഡൽ ഞാൻ ചെയ്തത് എന്താ ഡാമാണ്, ഡാമിൽ വെള്ളം ഇങ്ങനെ വരുന്ന മോട്ടറെല്ലാം സെറ്റാക്കി വെച്ചാൽ, ചെറിയ മോട്ടറെല്ലാം വെച്ചിട്ട് മോട്ടർ ഘടിപ്പിക്കുമ്പോൾ വെള്ളം വരുന്ന അതെല്ലാം ചെയ്യാൻ അതിന് അനിയനെ കുട്ടൻ രാജേഷ് ഒരുപാട് സഹായിച്ചിന്, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സഹായിച്ചിന്. അതിപ്പോൾ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ടാ. രാത്രി 4-5 മണി വരെ ഒരു ദിവസം ഉറങ്ങാത്ത എല്ലാം ചെയ്ത ദിവസമുണ്ട്. ഇപ്പോൾ അമ്മയും ഉറക്കളച്ചിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒന്നിച്ചിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ, ഞാൻ പുറത്ത് ചെയ്യുമ്പോൾ അമ്മ എല്ലാം ഒന്നിച്ച് ഇരിക്കും. എല്ലാം സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സഹായിച്ചു. ഇപ്പം അതെല്ലാം ഓർമ്മ വരുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ. ഡെമോൺസ്ട്രേഷൻ, ക്രിറ്റിസിസം ക്ലാസ് ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ക്ലാസ് അതെല്ലാം ഉണ്ട്. അതിൻ്റെതെല്ലാം ലെസൺ പ്ലാൻ. ക്രിറ്റിസിസം ചെയ്യണം, ക്രിറ്റിസിസം എന്താണെന്ന് അവർ പോരായ്മ അതെല്ലാം എഴുതാൻ വേണ്ടിയിട്ടുള്ളത് സംഭവം ഇത്. അങ്ങനെ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസത്തിൽ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം തരുന്ന സംഭവമാണ്. ഇതിലെന്ത് കമ്മീഷന് വേണ്ടി ചെയ്യുന്നതാണ്. കമ്മീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു മാസം 2 മാസം ഉറക്കില്ല, പേടിയാണ്, ഭയങ്കര പേടി എന്താവും. പക്ഷെ കമ്മീഷന് പോയിട്ട് അയാൾ സാറ് ഒരു ചോദ്യവും ചോദിച്ചിട്ടാ പിന്നെ കമ്മീഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തിനാ ഇനി ഇത്രയും പാടുപെട്ട് എനിക്ക് ഫീലായിട്ട്. എൻ്റെ ഡാം അത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അയാൾ അതിന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലും നോക്കിയിട്ടാ, സാറ് നോക്കിയിട്ടാ. സാറ് പറഞ്ഞത് പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ല. ഭൂപടങ്ങൾ വായിക്കാം. ഇത് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് എന്ത് സംഭവം. റെക്കോർഡ് ഓഫ് ടീച്ചിങ് എയ്ഡ് ഏതൊക്കെ ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ചാണ് ഞാൻ ഓരോ ചാപ്റ്റർ കുട്ടികളിലേക്ക് എത്തിച്ചത് എന്നതിൻ്റെ ഇതാണ്, റെക്കോർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇത് ഭൂപടങ്ങൾ എന്ന ചാപ്റ്ററിന് ITC ഉപയോഗിച്ചു, ഭൂപടങ്ങൾ ചിത്രം ഉപയോഗിച്ചു, ചാർട്ട് ഉപയോഗിച്ചു. ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യണം, ക്ലാസ് ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യണം. ശരിക്കും ആഫ്റ്റർ ടീച്ചേഴ്സായ ടീച്ചേഴ്സിനൊന്നും വേണ്ട, പക്ഷെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഇതെന്താ അറിയോ, മിമിക്രി. ഇതാ കണ്ടോ, എൻ്റെ സർട്ടിഫിക്കറ്റാണ് മിമിക്രിയിൽ ഫസ്റ്റ്. മിമിക്രി എല്ലാ വർഷം, അത് ഞാൻ 8, 9, 10 +1 +2 ഡിഗ്രി PG എല്ലാവരും മിമിക്രി ഉണ്ടോ അതിൽ ഫസ്റ്റ് അടിക്കൂട്ടാ. ഞാൻ മിമിക്രി ചെയ്യാനൊന്നും ശരിക്കും അറിഞ്ഞൂടാ, പക്ഷേ ഫസ്റ്റ് അടിക്കും. അറിഞ്ഞൂടാ നല്ല ചമ്മലില്ലാതെ ഞാൻ ചെയ്യും. എനിക്ക് നടക്കണമൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ആൾക്ക് നടക്കടാന്ന് ആ മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നും എനിക്കില്ല.
ഇവിടെ എങ്ങനെ പൂജ ഇത് ഷോർട്ട് ബോട്ടിനാണ്. ഷോർട്ട് ബോട്ടിന് 3rd പ്ലേസ്. ഇത് ഫസ്റ്റ് ഇയറിൽ 2000 ജോയിൻ ആ സമയത്തുള്ളത് കേട്ടോ. അത് നേരത്തെ കാണിച്ചത് 2nd ഇയറിലാണ്. ഫസ്റ്റ് ഇയർത്തെ ഇതെന്ത്, ഇത് ജാവലിംഗ് ത്രോ 2nd. അങ്ങനെ ആദ്യം ഈ പുസ്തകം, ഇത് നമുക്ക് എന്താ ഫ്രണ്ട്ഷിപ്പ് സംഭവം ചെയ്യുന്നത്. ഫ്രണ്ട്ഷിപ്പ് മനം കൊടുക്കുന്നത് നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ട്സ് ആക്കുന്നില്ല. ആ സമയത്ത് എനിക്ക് കിട്ടിയതാണ് സന്തോഷിച്ചിക്കാൻ ബിരിയാണി എന്ന പുസ്തകമാണ് എനിക്ക് തന്നത്. സംഗീതമാണ് എനിക്ക് തന്നത്. ഇത് സംഗീതമായിട്ട് വലിയ കുറിപ്പുണ്ട്. ഈ പുസ്തകം എപ്പോൾ നീ വായിക്കുമ്പോഴും എന്നെ ഓർക്കും എന്നുള്ളൊരു കുറച്ച് ഡയലോഗ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പ്. സംഗീത ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് കേട്ടോ. ഈ പുസ്തകം വായിക്കുമ്പോഴും ഈ പുസ്തകം കാണുമ്പോഴും നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ആ സമയത്തേക്ക് വേണ്ടിയുള്ള കുറേ കലാവിരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതെല്ലാം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് എൻ്റെ ഒരു ഫോട്ടോ ആണ്. പിന്നെ ഉള്ളത് BEd എടുത്ത് പറയാനുള്ളത് ട്രിപ്പ് ഇട്ടാ ലോങ് ട്രിപ്പ്. ഏകദേശം ഒരു 8-9 ദിവസത്തെ ട്രിപ്പാണ് നമുക്ക്. ഡൽഹി ടു കുളുമണാലി. പൊള്ളി. അതിപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷം അതൊന്നും പറയാൻ പറ്റില്ല. അത്ര ശരിക്കും താജ്മഹലിൻ്റെ മുമ്പിലുള്ള ഞാനായിട്ടാ ഇത്. ആ സമയത്ത് അപ്പോഴത്തെ പിക്കാണിത്. ഗ്രൂപ്പ് പിക്ക് എടുത്തിട്ടുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. അവിടെ പോയെന്തോ അത് എത്ര 8-9 ദിവസം അടിച്ചു പൊളിച്ച് ശരിക്കും പറഞ്ഞാൽ അത് BEdൽ മറക്കാൻ പറ്റും. BEdലത്തെ ഓരോ കാര്യങ്ങളും മറക്കാൻ പറ്റാത്തത്. കാരണം പറഞ്ഞാൽ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാകുന്നു, അല്ലാണ്ട് കഷ്ടപ്പാടുണ്ടാകുന്നു, എല്ലാം നിറഞ്ഞതാണ് BEd എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞത് കൂളായി പോകും. 2nd ഇയർ തൊട്ട് തുടങ്ങും എന്താ ഒരു പിടുത്തം. ആ പിടുത്തം BEd കൈയും വരെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒന്ന് കൂളാണെങ്കിൽ ട്രിപ്പ് വരണം, ടൂർ വരണം. അത് ലോങ് ട്രിപ്പ് നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെയാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. ശരിക്കും 2 വർഷത്തെ സമ്പാദ്യം. ശരിക്കും ഒരു വർഷത്തിൽ അത്ര പാടൊന്നുമില്ല. ചില അസൈൻമെൻറ്റ് അങ്ങനത്തെ മാത്രമേ ഉണ്ടാവും. 2nd ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷമുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇപ്പോൾ ഫീലാണ്. അതല്ല ബുദ്ധിമുട്ട് അത്രയെല്ലാം സഹിച്ചു. പക്ഷെ ഒരു സ്കൂളിൽ പോകുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന പറയുമ്പോൾ ഭയങ്കര ഫീലാണ് സംഭവമാണ് ശരിക്കും. ബോറടിക്കുന്നുണ്ടാവും അല്ലേ, കുറേ ലോങ് പോകുന്നുണ്ട് വീഡിയോ. അപ്പോൾ എന്തായാലും ഇത്രയില്ലൂട്ട, വേറൊന്നുമില്ല. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, വേറൊന്നും ചെയ്തിട്ട. ഞാൻ എൻ്റെ ഓക്ക് വരച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തു അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടെടുത്ത വീഡിയോ ആണ്, വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. PSC സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ടീച്ചിങ് ഫീൽഡിൽ PSC വേണോ? എനിക്ക് വേണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല ശരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. ഇവിടെ ടാറ്റാക്ക് ടാറ്റാ.